ബാക്കി ടൈറ്റിൽ റിവീലിംഗ് എല്ലാം നമ്മൾ പതുക്കെ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ ആ ഒരു യൂണിവേഴ്സിലെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് തെക്കിനെ ആയതുകൊണ്ട് തന്നെ അതിന്റെ ടൈറ്റിൽ മാത്രമാണ് ഇപ്പൊ നമ്മൾ റിവീൽ ചെയ്തിരിക്കുന്നത്. ഉടനെ തന്നെ പൂജ ഉണ്ടാവും. മറ്റ് കഥാപാത്രങ്ങളും അഭിനേതാക്കളും ആരൊക്കെയാണെന്നുള്ളത് പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു ടൈം ഷെഡ്യൂൾസ് വെച്ചിട്ടുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് റിവീൽ ചെയ്യുന്നുണ്ടാവും. ഈ എന്താ പറയാ, ഫസ്റ്റ് പടം ഇപ്പൊ തെക്കിനി എന്ന് പറയുന്ന സിനിമ ഒരു ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയാണ്. അതിലും മലയാളത്തിന്റെ ഇപ്പം അധികം പറയാൻ പറ്റില്ലെങ്കിലും മലയാളത്തിന്റെ മുൻനിര നായകന്മാരിൽ ഒരാളുടെ ക്യാമിയോ സ്പെഷ്യലായിട്ട് ഉണ്ടാവും. ബിജു ചേട്ടനെ എടുത്തു പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു ചേട്ടൻ മറ്റേത് വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾ വരുന്ന പോലെ അല്ല, ഞങ്ങളുടെ സ്വന്തം ബിജു ചേട്ടനാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ ടീമാണ്. ഓക്കെ, ഹൊറർ എന്ന് പറയുന്ന ഒരു ജോണറിനെ കുറിച്ച് അറിയാലോ. ഈ ഹൊററിന് തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. ഈ 3 സിനിമകളും ഹൊറർ കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ജോണറിൽ വരുന്നതാണെന്നുള്ളതാണ് കോമൺ ഫാക്ടർ. പക്ഷെ അതിൽ തന്നെ ഡിഫറൻസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടന്റെ ലീഡ് വരുന്ന നമ്മുടെ ഒരു ഗസറ്റ് രക്ഷ എന്ന് പറയുന്ന സിനിമ ഒരു ഹൊറർ കോമഡി ജോണറിലാണ് വരുന്നത്. മർദ്ദക്കാവ് എന്ന് പറയുന്ന സിനിമ ഒരു പീരിയഡ് ഡ്രാമ പ്ലസ് ഹൊറർ എന്നുള്ള ഒരു ജോണറിലാണ് വരുന്നത്. അതേസമയം തെക്കിനി നമ്മുടെ ഫസ്റ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഒരു ടൈം ട്രാവൽ പ്ലസ് ഹൊറർ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. ഇപ്പം ആദ്യത്തെ പടത്തിൽ നിന്ന് അതായത് മനസ്സിലായ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതായത് അനുഭവങ്ങളുടെ ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ചില കൈപ്പേറിയ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ് ശരിക്കും മലയാള സിനിമയിൽ ഇപ്പം ഒരു സിനിമ എടുക്കുക, അത് വിജയിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ? ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അത് ഹാർഡ് വർക്ക് എപ്പോഴും നമുക്ക് റിസൾട്ട് തരും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ബിബിൻ ചേട്ടൻ. എല്ലാം ബിബിൻ ചേട്ടനിലേക്ക് പറയുന്നതല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്കിപ്പോ ഈ കൂട്ടത്തിൽ എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് ബിബിൻ ചേട്ടൻ. ആ ഒരു ഹാർഡ് വർക്ക് ഞങ്ങളുടെ ടീം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ബ്രോ പറഞ്ഞ പോലെ ഞങ്ങൾക്കുണ്ടായ തിക്താനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന പോരായ്മകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മളൊരു ക്രിയേറ്റീവ് കോണ്ടന്റ് നമ്മൾ ഓഡിയൻസിന്റെ മുന്നിലേക്ക് വെക്കുമ്പോഴത്തേക്കും പോസിറ്റീവ്സ് മാത്രമായിരിക്കണം വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. പോസിറ്റീവ്സും വരും, നെഗറ്റീവ്സും വരും. അത് ഇപ്പം എന്റെ ആദ്യത്തെ പടത്തിനും വന്നിട്ടുണ്ട്, തഗ്ഗിനും വന്നിട്ടുണ്ട്. നെഗറ്റീവ്സില് ഈ പറഞ്ഞ പോലെ അവർ പറയുന്നതിൽ കൺട്രോളെന്ന് പറയുന്ന കാര്യങ്ങൾ എടുക്കുകയും തിരുത്താൻ ഞങ്ങൾ തയ്യാറുമാണ്. എന്നാൽ ഒരു കാര്യമില്ലാതെ വിമർശിക്കുന്നവരുടെ അത് അങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അത് വേറെ കാര്യം. പിന്നെ ബ്രോ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഗ്യാപ്പാണ്. പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. ഇതിന് പുറകെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി. മുമ്പ് ഈ തഗ്ഗിനൊക്കെ മുമ്പ് ഈ സബ്ജക്റ്റിനെ പറ്റിയും ഇങ്ങനെ ഒരു ആശയത്തെ പറ്റിയൊക്കെ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. എനിക്ക് മറതയാണ് ഇതിന്റെ ഈ 3ാമത് വരാൻ പോണ സിനിമയാണ് ഞങ്ങൾ ആദ്യമേ ചിന്തിച്ചു വന്നിരുന്നത്. പിന്നെ അത് ഒരു യൂണിവേഴ്സ് ആയിട്ട് ചിന്തിച്ചു വന്നപ്പോഴാണ് മറ്റുള്ള ത്രെഡുകൾ വന്നതുമില്ല. അത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ വെച്ച ശേഷം ഈ ഒരു യൂണിവേഴ്സിലേക്ക് കടക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മള് തഗ്ഗിന് ശേഷം ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് ശരിക്കും എപ്പോഴും എന്ത് പ്രോജക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തമായ എന്തെങ്കിലും കഥയിൽ ഉൾപ്പെടുത്തണം എന്ന് ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഒരു സ്റ്റോറി വൈസ് ഈ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കാം? ജോണർ തന്നെയാണ് 3 സിനിമയുടെയും ജോണർ. ഈ പറഞ്ഞ പോലെ നമുക്ക് അത്ര എപ്പോഴും നമുക്കിപ്പോ ഞാൻ പറയാം ഹൊറർ കോമഡി. ചേട്ടാ ഒന്ന് സൈലന്റ് ആക്കി കേട്ടോ പ്ലീസ്. ഓക്കെ, 3 സിനിമയുടെയും ജോണറുകൾ തന്നെയാണ് നമ്മളുടെ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മലയാളത്തില് ഹൊറർ കോമഡി അല്ലെങ്കിൽ ഹൊറർ സബ്ജക്റ്റുകൾ തന്നെ വളരെ ചുരുക്കമാണ് സംഭവിക്കുക. ഹൊറർ കോമഡി എന്ന് പറയുന്നത് വല്ലപ്പോഴും ആണ് വരുന്നത്. അത് മലയാളി ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. ഇതും അക്സെപ്റ്റ് ചെയ്യട്ടെ. ഫസ്റ്റ് മൂവിയെ സംബന്ധിച്ചിടത്തോളം ടൈം ട്രാവൽ എന്ന് പറയുന്നത് മലയാളികൾ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അല്ലെങ്കിൽ ഫാന്റസി സിനിമകൾ തന്നെ കുറച്ചാണുള്ളത്. അപ്പൊ അത് തന്നെയാണ് കഥയിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന പുതുമ എന്ന് പറയുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റും പിന്നെ പറഞ്ഞ പോലെ എന്താ പറയാ അതിന്റെ ജോണറാണ്. ഈ ഇതുവരെ നമ്മൾ മലയാളികൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇതുവരെ മലയാളത്തിൽ ഇങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും ഉണ്ട്. അത് ഓഡിയൻസിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടോ ഈ സിനിമയില്? ധ്യാൻ ചേട്ടൻ ഇതുവരെ ഓൺ ബോർഡ് ആയിട്ടില്ല. അതായത് ഞങ്ങള് കാസ്റ്റിംഗിലാണ്. അപ്പം തെക്കിനിയില് ഞാൻ വലിച്ചിടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബിപിൻ ബ്രോയുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ടീം ഇവര് പറഞ്ഞ പോലെ 8 വർഷത്തെ ഒരു കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ആദ്യത്തെ സിനിമ ഇറങ്ങി.
അതുപോലൊരു ഒത്തിരി ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു പരിധിവരെ ഇവര് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവരോട് ഈ സഹകരിച്ചു തുടങ്ങുമ്പോൾ എത്രത്തോളം അതായത് അവരുടെ ആ എഫേർട്ടിനെ മനസ്സിലാക്കിയിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു ഇവര് മാത്രമല്ല ബ്രോ, സിനിമയായിട്ട് വരുന്ന എല്ലാ ആളുകളും കഷ്ടപ്പെടാതെ ഒരാൾക്കും ഒരു സിനിമ കിട്ടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാട്, ഇനി കഷ്ടപ്പാടല്ല അത്. ഒരാള് നമ്മള് ഒരു കഥ നമ്മുടെ ഉള്ളിലായി, അത് നമ്മൾ ഉറക്കമില്ലാതിരുന്ന് അത് എഴുതി ഫുള്ളാക്കി തീർത്ത് ഒരുപാട് ആളുകളെ വായിച്ച് കേൾപ്പിച്ച് ആർട്ടിസ്റ്റുകളുടെ പുറകെ നടന്ന് ഡേറ്റ് വാങ്ങി, അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രൊഡ്യൂസറൊക്കെ ഉണ്ട്, അവരുടെ കുറേ പേരെ കൺവിൻസ് ചെയ്ത് അപ്പോൾ അവർ പറ്റില്ല ഇവർ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഓടി 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 അതിനൊരു വലിയൊരു തപസ്യ തന്നെ വേണ്ടതുണ്ട് സിനിമ. ആ സിനിമ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഇറക്കി അത് വിജയിക്കുകയോ ജയപരാജയങ്ങളല്ല. ഞാൻ എപ്പോഴും ഞാൻ ഒരു കാര്യം പറയാറുണ്ട്, ജയപരാജയങ്ങളിലേക്കാളും ഉപരി നമ്മുടെ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങളും ഇപ്പൊ ഈ ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങളെ നന്നായിട്ട് കവർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ചിലപ്പോ നിങ്ങളുടെ മെമ്മറി കാർഡ് തീർന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് പണി കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ കോമഡി പറഞ്ഞല്ല, പക്ഷെ നിങ്ങൾ അത് മനഃപൂർവ്വം അല്ലല്ലോ, നിങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷെ പോയി. അത്രേ ഉള്ളൂ. ഇത് എല്ലാവരും അവരവരുടെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാല് തീർന്നിരിക്കുകയാണ്. കണ്ട പക്ഷെ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരും എല്ലാവരുടെ ലൈഫിലേക്ക് സ്വയം എടുത്തു കഴിഞ്ഞാല് എല്ലാം നല്ലത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. ചിലപ്പോ ഇതാവും. ഇവരുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇപ്പൊ നമ്മൾ എന്നെയും വിഷ്ണുവിന്റെ ഒക്കെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് പുതിയ ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് അഭിനയിക്കാൻ നോക്കും. അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സജഷനായിട്ട് പറഞ്ഞു നോക്കും. അതിന്റെ കൂട്ടത്തിൽ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. മനസ്സിലായില്ലേ? വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മള് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ നമുക്ക് ആർക്കും തോപ്പിക്കാനും പറ്റത്തില്ല, അല്ലേ? അവര് അത് എന്തൊക്കെ ആര് കുറ്റം പറഞ്ഞാലും ആ പണിയെടുത്തോണ്ട് പിന്നെ പോയിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ, ഈ പറഞ്ഞ ടൈം ട്രാവല് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് ശരിക്കും വിജയന്റെ ഒരു ടൈം ട്രാവലില് ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മൾ ഈ ടൈം ട്രാവലിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി പുറകെ പോകുന്നതെന്ന് പറയാം. അപ്പൊ അത് എന്താ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാമോ? അപ്പനുണ്ടായിരുന്ന കാലത്തേക്ക് തിരിച്ചു പോയാൽ നല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് മാത്രമാണ് ഇപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിനും ഞാൻ വളരെ 99, നിങ്ങൾക്കറിയില്ല, ഞാൻ ഒരു കാര്യത്തിലൊരു പരാതി പറയാത്ത ആളാണ്. ജീവിതത്തിൽ കിട്ടിയ എല്ലാ കാര്യവും വളരെ സന്തോഷത്തോടെ ബോണസായിട്ട് കാണുന്ന ആളാണ്. എനിക്ക് ഈ നിമിഷം പോലും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു, ദൈവത്തിനോട് നന്ദി പറയുന്നു, അങ്ങനെ പറയുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇപ്പം ഇനി എൻ്റെ പുതിയ വീട് ഞാൻ ചേരാന്നുള്ളൊരു വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരതാമസമൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലേക്ക് അടുത്തപ്പോഴും ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നത് എൻ്റെ അപ്പനെയാണ്. അപ്പോൾ ആ അപ്പൻ്റെ ആ സമയത്തേക്ക് വന്നിരുന്നെങ്കിൽ അപ്പൻ ഇന്ന് ഞാൻ ചെയ്യാനായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അപ്പം ചെയ്തോളൂ. അതാണ് എൻ്റെ ടൈം ട്രാവലിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നെ ടൈം ട്രാവലർ ഇതാണെങ്കിലും സിനിമ ഞങ്ങൾ ആദ്യം മലയാളത്തിലെ ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ റിലീസായിട്ടില്ല. ആ സിനിമ റിലീസാവും. ഞാനും വിഷ്ണുവും കൂടി ഒരു മരതകം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിരുന്നു. അത് ടൈം ലൂപ്പാണ്. അത് ആൻഡ്രൂ ചേട്ടനൊക്കെ ആയിരുന്നു അതിന്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ആ സിനിമ എത്രയും പെട്ടെന്ന് ഇറങ്ങേണ്ടതെന്നും കൂടി ആഗ്രഹിക്കുകയാണ്. കാരണം അത് കൊറോണ സമയമില്ലേ, ആ സമയത്ത് ചെയ്തതാണ് ഫസ്റ്റ് ടൈം ലൂപ്പ് പരിപാടി. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ സിനിമയിലേക്ക് എത്തിപ്പെടുന്ന കുറേ അധികം താരങ്ങളും ടെക്നീഷ്യന്മാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ചില സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വേദനപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങളുടെ ഇടയ്ക്ക് തന്നെ, അതായത് അമ്മ സംഘടനയിൽ വന്ന് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ചില വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അനാവശ്യമായ ചില വിവാദങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നിലവിൽ ശ്വേതാ മേനോനെതിരെ വരുന്ന ഈ ഒരു കേസിനെ വിംജന്റെ അഭിപ്രായം എന്താ? ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം എനിക്ക് തന്നെ 100 പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ ഫേസ്ബുക്കിൽ വരുന്ന പ്രശ്നങ്ങൾ കാണാനോ തീർക്കാനോ എനിക്കൊരു സമയമില്ല. ഞാൻ ഒരാളുടെ കുറിച്ച് അഭിപ്രായം പറയില്ല,
മറ്റവര് ഭയങ്കര ഓവറാണ്, അവർ ഫുൾ ഇതാണെന്ന് പറഞ്ഞാൽ ഞാനത് കാണാറില്ല. എനിക്കത് അറിയണ്ട. ആരും മാലദ്വീപ് ഇവിടെ പോയി ടൂർ പോയാലും എനിക്കത് അറിയണ്ട. അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം ഇപ്പം ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ കഥാപാത്രം ആവുക എന്നുള്ളതാണ് അയാളുടെ ജോലി. അപ്പൊ അത് കൃത്യമായി ചെയ്തതാണ് 3-4 സിനിമകളിലൂടെ ശ്വേതാമേനോൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അപ്പൊ ആ നാളെ ഒരു സുപ്രഭാതത്തില് ബിബിൻ ചേട്ടൻ ഒരാളെ കുത്തിക്കൊല്ലുന്ന ഒരു സീൻ ഉണ്ടെങ്കിൽ നാളെ അത് ബിബിൻ ചേട്ടൻ എന്താ ഒരു കൊലപാതകിയാണെന്നും പറഞ്ഞിട്ട് കോടതി കേസെടുക്കുക അല്ലെങ്കിൽ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിലപാട്? ഇതിനെപ്പറ്റി നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്നെ പറ്റി പറയുമ്പോ ഞാൻ സംസാരിച്ച പോലെ കറക്റ്റാ. ബേസിക്കലി ഞാൻ സീരിയസ് ആയിട്ട് വരിക. നിങ്ങൾ ഇനി എന്തോരം എന്നോട് കുത്തി ചോദിച്ചാലും ഞാൻ ഈ പറയുന്ന സോഷ്യൽ ഇഷ്യൂസിൽ ഞാൻ ഇടപെടുത്തില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരത്തിന് ഈ പറയുന്ന ഒരാഴ്ചയിലുള്ള ഇതിന്റെ ആയുസ് അല്ലേ? നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഈ 15-ാം തീയതി പോയി ഞങ്ങൾ വോട്ട് ചെയ്യുന്നിടത്ത് പരിപാടി കഴിഞ്ഞു. വീണ്ടും ആ ഒരാഴ്ചത്തെ ഉത്തരത്തിന് വേണ്ടിട്ട് എന്നെ എറിഞ്ഞിട്ട് കൊടുക്കണ്ട. ഇല്ലേ, നാളെ ഒരു സുപ്രഭാതത്തിൽ ഇത് പ്രതികരിക്കുന്നില്ല എന്നും ഒരു വരാം. വളരെ നല്ലത്, രക്ഷപ്പെട്ടു. അവനോട് എന്ത് ചോദിച്ചിട്ടും കാര്യമുണ്ട്. അവരെ വായി കുത്തിയാലൊന്നും പറയില്ല, അവൻ പ്രതികരിക്കുന്നില്ല പറഞ്ഞാൽ അത്രയും സന്തോഷം. വിജയനെ പറ്റി അല്ല പറഞ്ഞേ, വിജയനെ പറ്റി മാത്രമല്ല പറഞ്ഞേ. കാരണം വെച്ചാൽ നമ്മുടെ സഹപ്രവർത്തകർക്ക് ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ കൂടെ നിലപാട് എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. നിലപാട് എന്നുള്ളത് നമുക്ക് ഉണ്ടായാൽ മതി. നമ്മളെല്ലാവരോടും വിളിച്ചു പറയണമെന്ന് ഒരു നിർബന്ധമില്ല. രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട്, അത് എന്റെ ഉള്ളിലുണ്ട്. എനിക്ക് ഞാൻ നിങ്ങളോട് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. എനിക്ക് എന്റെ നിലപാടുണ്ട്. ഈ പറഞ്ഞ ചോദ്യത്തിന് എനിക്ക് എന്റെ ഉത്തരങ്ങളുണ്ട്, എല്ലാത്തിനുണ്ട്. പക്ഷെ അത് എല്ലാവരെയും അറിയിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഒരാഴ്ചത്തെ വാർത്തയാവാൻ എനിക്കൊരു താല്പര്യമില്ല. കാമാന്ന് മിണ്ടൂലെന്ന് തീരുമാനിച്ചു. എന്നെ എന്തുകൊണ്ടും പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ ഈ പറഞ്ഞ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആണെങ്കിലും ചേംബർ ഓഫ് കൊമേഴ്സ് ആണെങ്കിലും അമ്മയാണെങ്കിലും ഈ 3 സംഘടനകളിൽ നിന്നും ഞങ്ങൾ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് കിട്ടുന്ന സപ്പോർട്ട് വലുതാണ്, വലിയ സപ്പോർട്ട്. അത് ഞങ്ങളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഞങ്ങളിപ്പോ ഇന്നലെ മിനിഞ്ഞാന്നാണ് ഞങ്ങളുടെ ഈ സിനിമയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ചേംബറിലേക്ക് എത്തുന്നത്. ചേർന്ന ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാങ്കേതികമായ ബുദ്ധിമുട്ടും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സജി നന്ദിയാണ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചേംബറിന്റെ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ തുടക്കക്കാരാണ്. കമ്പാരിറ്റീവ്ലി വളരെ ചെറിയ ഒരു മേഖലയിൽ നിന്ന് വരുന്നവരാണ്. ഞങ്ങൾക്ക് സിനിമ പാരമ്പര്യമില്ല, പ്രത്യേകിച്ച് അവകാശപ്പെടാനൊന്നുമില്ല, ചെറിയൊരു സിനിമ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടീം ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം കാണിച്ച ഈ ഇലക്ഷൻ തിരക്കിനിടയ്ക്കും ഓഫീസിലെത്തി എടാ എന്നത്തേക്കാണ് ഞങ്ങൾ അനൗൺസ്മെന്റ് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിന്ന നിപ്പിൽ തന്നെ ഒരു ഫിലിമിന്റെ പേര് രജിസ്റ്റർ ചെയ്യുകയും ബാക്കി 2 എണ്ണത്തിന്റെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചു നോക്കുകയും അവർ പറഞ്ഞത് തുടർച്ചയായ സിനിമകൾ ചെയ്തവർക്കാണ് 3 സിനിമ അനൗൺസ് ചെയ്ത കാര്യമുള്ളൂ. സത്യത്തിൽ എന്തിന് എന്നുള്ള ചോദ്യം ചോദിക്കുകയും ചെയ്തതെന്ന് പറഞ്ഞാൽ സജീവതയായിട്ട്. അതുപോലെ തന്നെയാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകളെല്ലാം ചെയ്തു തരുന്നുണ്ട്. അമ്മ സംഘടന എന്നാലും ഏത് നടീനടന്മാർ വേണേലും അവരുടെ സംഘടനയോ പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളുടെ ആരൊന്നും കാണിക്കുന്നില്ല. ഞങ്ങളെപ്പോലെ തുടക്കക്കാർക്ക് എല്ലാ സംഘടനകളും വേണം, എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ ഇൻഡസ്ട്രി നിലനിൽക്കുള്ളൂ. ഈ പ്രശ്നങ്ങൾ ബിപിൻ ബ്രോ പറഞ്ഞ പോലെ കാലാകാലങ്ങളിൽ വരും. ഒരാഴ്ച ഒരു സംസാരം ഉണ്ടാവും, അതങ്ങോട്ട് പോകും, അടുത്ത വിഷയം വരും, അതിന് പിടിക്കും. ഇത്രേ ഉള്ളൂ. കഴിവതും ഇത്തരം കാര്യങ്ങൾ നമ്മൾ അനാവശ്യമായ പ്രതികരണങ്ങൾ ഒഴിവായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അമ്മയുടെ ഒരു കാര്യം കൂടി പറയാം. എനിക്ക് ഇതില് നടക്കുന്ന പണ്ട് തുടങ്ങി നമ്മുടെ ഓഡിയൻസിന് കിട്ടുന്ന അമ്മയും എന്താണ് അവിടെ സംഭവം? അയൽക്കൂട്ടാണോ? ഓഡിയൻസിന് കിട്ടുന്നതും ഇവിടുത്തെ പ്രേക്ഷകർക്ക് കിട്ടുന്നതും അമ്മയെ പറ്റിയുള്ള ധാരണയും അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടുത്തെ ഒരു മെമ്പറായ രീതിയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴേ അവിടെയുള്ള ഒരുപാട് കലാകാരികൾ അവിടെ വർക്കുള്ളവർ എത്ര പേരുണ്ടെന്നുള്ളതല്ല, അവിടെ വരുന്ന ഒരുപാട് ആളുകളെ ഈ അമ്മ നേരിട്ട് സഹായിക്കുന്നത്, നേരിട്ട് കാണുന്ന ആളാണ് നമ്മൾ. എനിക്കത് മാത്രം അറിയാം. ഒരുപാട് ഇപ്പോഴുള്ള കലാകാരന്മാരെ, നേരത്തെ ഉണ്ടായിരുന്നവരെ ഒരുപാട് സഹായങ്ങൾ, അതിപ്പോ നമുക്ക് ഹോസ്പിറ്റൽ കേസ് ആണെങ്കിലും അവർക്ക് മാസം മാസം കിട്ടുന്ന കൈനീട്ടമാണെങ്കിലും അത് വെച്ച് മരുന്ന് വാങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക്. ഞാൻ ആ ഒരു പോസിറ്റീവ് സൈഡ് മാത്രമേ അതിന്റെ കാണുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നും കാണാൻ പാടില്ല. അവിടുത്തെ ഞാൻ കാണുന്നത് ഇതാണ്. അവിടുത്തെ ഒരു നന്മ ഞാൻ നന്നായിട്ട് കാണുന്നുണ്ട്. അവിടെയുള്ള എല്ലാ കലാകാരന്മാരും അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്, അഭിമാനിക്കുന്നുണ്ട്. ഇത് മാത്രമാണ് എന്റെ കാഴ്ചയിൽ അമ്മ. ചെറിയ സ്കെയിലിൽ വരുന്ന പടങ്ങള് അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പൊ റിവ്യൂസ് ആണെങ്കിൽ പോലും
എന്താ പറയാ നെഗറ്റീവ് പറയാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ടെക്നിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു പേടിയുണ്ട്. ഇപ്പൊ ഇവര് ഒന്ന് ഇല്ല എനിക്ക് വെടിക്കെട്ടോട് കൂടി അതൊക്കെ പോയി. റിവ്യൂവേഴ്സ് എനിക്ക് ഇപ്പൊ അവര് റിവ്യൂ പറഞ്ഞ സിനിമകളൊക്കെ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ ജോലിയാണെന്ന് മാത്രമായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. അവരെ കുറ്റം പറയുന്നില്ല, അവരവരുടെ ജോലി, മനസ്സിലായില്ലേ? അത് അവരവരുടെ ജോലി ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ ജോലി ചെയ്യും, അതിന് വേണ്ടിയിട്ട് നിൽക്കും. ഇപ്പൊ എത്ര നെഗറ്റീവ് പറഞ്ഞ എത്രയോ സിനിമകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു സുമതിവള അവരൊക്കെ നന്നായിട്ട് പോവല്ലേ, പ്രിൻസ് ആൻഡ് ഫാമിലി പോയി, അങ്ങനെ ഒരുപാട്. എനിക്ക് തോന്നുന്നു അത് അവരെ കുറ്റം പറയരുത്, അത് അവരുടെ പ്രൊഫഷണലാണ്. അവരെ ചെയ്തോട്ടെ, ഞങ്ങളുടെ പ്രൊഫഷണൽ ഇതാണ്, ഞങ്ങൾ ഇത് ചെയ്യുന്നു. ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിലേ വിമർശകരുള്ളൂ, ഇല്ലെങ്കിൽ ആർക്കും ജോലി ഉണ്ടാവില്ല. അതാണ് കേട്ടോ. സന്തോഷമായിട്ടിരിക്കുന്നു. നീ ഹാപ്പി അല്ലേ? വിപിൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം വിപിൻ ചേട്ടൻ എന്താണ് എത്രയോ സിനിമ കഴിഞ്ഞിട്ടാണ് വിപിൻ ചേട്ടൻ വെടിക്കെട്ടിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഡോസ് കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ പറയണ്ടല്ലോ. അപ്പം വിപിൻ ചേട്ടൻ പറഞ്ഞാൽ അവരുടെ ജോലിയാണ്, അവരുടെ എടുത്തോട്ടെ. പിന്നെ നമുക്കൊരു കാര്യം ഉണ്ട്, നമ്മള് ഒരാൾ സിനിമ കാണും, അയാളോട് പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോസിറ്റീവ് പറയാം, നെഗറ്റീവ് പറയാം. പിന്നെ ഒരു ഇത് വിഷമം ഉള്ളത് വെച്ചാൽ ഇച്ചിരി സഭ്യമായ ഭാഷയിൽ പറയാം. ഇപ്പൊ ഞാനും പണ്ട് അറിയാൻ അറിയത്തില്ല പെണ്ണിപ്പിച്ചു കൊടുത്തത്, ഞാനും പണ്ട് റിവ്യൂസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനല്ല പെയ്ഡ് ആയിട്ടൊന്നും അല്ല, ഒന്നുമില്ല. ഞാൻ യൂട്യൂബിൽ അമരപ്രദുണിനെ വിമർശിച്ച ഇല്ല, അമരപ്പുറത്തോടെ ആരെങ്കിലും വിമർശിക്കുക അല്ല, ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ നമ്മള് ഒരു ലെവലിൽ താഴേക്ക് പോയിട്ടില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണെങ്കിലും ഒക്കെ എനിക്കതിനെ കിട്ടിയത് അറിയാലോ. പിന്നെ നല്ല പേഴ്സണൽ വാക്കൊക്കെയാണ് ഈ പറഞ്ഞ ഒരു പ്രമുഖനായ റിവ്യൂർ ഉപയോഗിച്ചിരുന്ന വാക്കുകളൊക്കെ. നമുക്കതൊന്നും വിഷയമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കേൾക്കുമ്പം നമ്മുടെ സിനിമയെ കുറിച്ച് ഒരാൾ മോശം പറഞ്ഞേ ഭയങ്കര സന്തോഷം, അങ്ങനെ ഒരിക്കലും ഒരാൾക്കും ഉണ്ടാകത്തില്ല. നമുക്കൊരു വിഷമം ഉണ്ടാവും, ഒരു ഇച്ചിരി നേരത്തേക്ക് ഒരു വിഷമം ഉണ്ടാവും. പിന്നെ ബാക്കി എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ്. എന്തായാലും നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, അവര് ആദ്യത്തെ പടം കൊണ്ട് സേഫ് അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അവര് വീണ്ടും ഒരു സിനിമ ചെയ്യത്തില്ല എന്ന് പറയാം, 3 സിനിമ അവരെന്തായാലും ഏറ്റെടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അത് കൂടുതലൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞാൽ സിനിമ ക്ഷമൊക്കെ ഉണ്ട്, പോകെ പോകെ പറഞ്ഞാലും എനിക്ക് ഒരു കാര്യത്തില് അല്ല, എനിക്ക് ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നുണ്ടായിരുന്നു. നേരത്തെ ധ്യാൻ ചേട്ടൻ ചോദ്യം ചോദിച്ചല്ലോ. അപ്പൊ ചേട്ടാ, ധ്യാൻ ചേട്ടൻ പാവം വലിയൊരു റൈറ്റ് സ്കെഡ്യൂളിന്റെ ഇടയ്ക്കായിരുന്നു, ഉജ്വൽ റിലീസ് നിൽക്കുകയായിരുന്നു. ഈ ഇതിന്റെ ഇടയ്ക്കുന്ന് ഞങ്ങൾ ചെന്ന് സംസാരിച്ചു. ഇതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അതിപ്പോ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ പറയാം, വിക്ടിമാണ് പടത്തിൽ. ഈ ഒരു ക്രൈം നടക്കുന്നു, ഒരു കൊലപാതക കേസാണ്, അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹം വരുന്നു, ഒരു ദിവസം രാവിലെ തൊട്ട് എഫേർട്ട് ഇടുന്നു, വൈകുന്നേരം വരെ. ഒരു ദിവസം ചേട്ടാ 4 സീന് 4 ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ചേട്ടൻ ആലോചിച്ചു ഈ ഓട്ടം അത്രയും എഫേർട്ട് ഇട്ടിട്ട് പോയിട്ട് ഫോട്ടോ ആയിട്ട് മാത്രമാണ് ധ്യാൻ ചേട്ടൻ അഭിനയിച്ചതെന്നാണ് ഒരു റിവ്യൂർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ പറയുന്നത് എന്താ അറിയാം, സിനിമയെ കുറിച്ച് നമ്മൾ റിവ്യൂ പറയുമ്പോൾ ഇപ്പൊ ചോദിച്ചോണ്ട് പറയാം, കറക്റ്റ് ഉള്ള കാര്യം മാത്രം പറയാം. പടം ഇഷ്ടപ്പെട്ടില്ലേ, പടത്തിന്റെ ക്വാളിറ്റി മോശമാണോ, പടം മോശം സിനിമയാണോ, പടത്തിന്റെ കഥ കൊള്ളത്തില്ലേ, എന്ത് വേണേ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇല്ലാത്തത് പറയുന്നത് ഫോട്ടോ ആയിട്ട് മാത്രമാണ് അഭിനയിച്ച ആ മനുഷ്യൻ ഒരു ദിവസം, അതായത് ശ്രീനിവാസൻ സാറിന്റെ മകനാണെന്നുള്ളതിന്റെ അപ്പുറം ധ്യാൻ ചേട്ടൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ ഇവിടെ ധ്യാൻ ചേട്ടൻ ഇല്ല, ധ്യാൻ ചേട്ടനും ഈ യൂണിവേഴ്സായിട്ട് ഒരു ബന്ധമില്ല, പേര് വന്നില്ലേ, ചോദ്യം വന്നില്ലേ. ആ ഒരു മനുഷ്യന്റെ ആ ഒരു പ്രൊഫൈലിനെ നമ്മൾ എന്താ പറയാ അപമാനിക്കുന്ന പോലെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മോശം സിനിമകൾ എന്ന് പറയപ്പെടുന്ന സിനിമകൾ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ മോശം റിവ്യൂ ഇടുന്ന ഈ പറഞ്ഞ റിവ്യൂവർ നല്ലൊരു സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് ഡിറ്റക്റ്റീവ് ജോലി ഇറങ്ങിയപ്പം എന്ത് പറ്റി 10 ദിവസം കാത്തിരിക്കാൻ റിവ്യൂ ഇടാൻ. അപ്പൊ ചേട്ടൻ പറഞ്ഞോലെ അത് അവരുടെ ജോലിയാണ്, അത് അവരാ ജോലി ചെയ്ത് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞതിനകത്താണ് ഒരു ക്ലാരിറ്റി. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെന്നില്ലേ ധ്യാൻ ശ്രീനിവാസന്റെ പടം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ എടുക്കാൻ? കണ്ണപ്പ എന്ന് പറഞ്ഞൊരു സിനിമയുടെ പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലാലേട്ടൻ എല്ലായിടത്തും കേരളം മുഴുവൻ ഒറ്റ സിനിമയേ ഉള്ളൂ ലാലേട്ടൻ. ആണോ? കടലിടന്ന് മാത്തക്കുട്ടി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് ലാലേട്ടൻ കൂടെ ഫോട്ടോ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ ലാലേട്ടൻ. ഞങ്ങൾക്ക് ലാലേട്ടനെ കിട്ടിയില്ല, ഞങ്ങൾക്ക് കൂട്ടത്തിൽ ഏറ്റവും നല്ല കോളേജുണ്ട്, ഏറ്റവും കൂടുതൽ ലാലേട്ടനെ കിട്ടി. ഞങ്ങൾ പോസ്റ്റർ വെച്ച് ഇത് എല്ലാ കാലത്തും മലയാള സിനിമയിൽ നിന്നുള്ളതല്ല, എല്ലാ സിനിമാ മേഖലകളിലും സംഭവിക്കുന്ന കാര്യം. ഈ പറഞ്ഞ റിവ്യൂറിന്റെ തംബ്നെയിലിൽ അദ്ദേഹം പറയുന്നു ധ്യാൻ ചേട്ടൻ പടത്തിലില്ല. പിന്നെ എന്തിനാ തംബ്നെയിലിനകത്ത് പുള്ളിയുടെ ഫോട്ടോ വെച്ച്? മാർക്കറ്റ് ചെയ്യാനല്ലേ, ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ലേ?
വെറുതെ വീട്ടിലിരുന്ന് റിവ്യൂ ചെയ്യുന്ന അദ്ദേഹത്തിന് അത് വെക്കാമെങ്കിലും ഞങ്ങൾ റെമ്യൂണറേഷൻ കൊടുത്ത് ഞങ്ങളുടെ സിനിമയിൽ വന്ന് മനസ്സോടെ എഫേർട്ട് ഇട്ട് അഭിനയിച്ചിട്ട് പോയ ഞങ്ങളുടെ ആർട്ടിസ്റ്റിന്റെ ഫേസിൽ ഞങ്ങൾക്ക് പോസ്റ്റ് വെച്ച് കൊടുക്കും. അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ പിന്നീട് പറഞ്ഞ പോലെ വെടിപ്പെട്ടുകൊണ്ട് ശീലമായില്ല, ഇനി പോകെ പോകെ ശീലമായിക്കോളൂ എന്ന് പറയുന്ന പോലെ ഇത് ഇതിന്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞാനും റിവ്യൂ ഒക്കെ ഇടുമ്പം അല്ല നല്ല വിഷമം ഉണ്ടായിട്ടുണ്ടല്ലേ? എനിക്കൊന്നും ഇല്ല, എന്താ അറിയോ ചേട്ടാ, സജഷൻ ഇല്ലേ നമ്മുടെ വെടിക്കെട്ടിന്റെ ആർട്ട്. ഞാൻ ഡൽഹിയിലായിരുന്നു നമ്മൾ വെടിക്കെട്ട് ഇറങ്ങിയപ്പോ. ഞാൻ അവിടെ പോയി പടം കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിനകത്ത് പാട്ട് കാണാൻ എനിക്ക് ഭയങ്കര കണക്റ്റായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഗംഭീര വർക്കാണ്, ഞങ്ങൾ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ അടിപൊളിയായിരുന്നു പറഞ്ഞപ്പോ പുള്ളി എനിക്ക് ഈ ലിങ്ക് ഇട്ട് വന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ വെടിക്കെട്ട് റിലീസ് പ്ലാൻ ഉണ്ടോ? ഇല്ല